നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 11. 132 വർഷങ്ങൾക്ക് മുൻപ് 1893 നമ്മുടെ ഭാരതം കണ്ട മഹാനായ യോഗിവര്യൻ, യുവ യോഗിവര്യൻ സ്വാമി വിവേകാനന്ദൻ്റെ വാക്ചാതുരിയിൽ ലോകം മുഴുവൻ ത്രസിച്ച് ഭാരതത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ മഹിമകൾ കൂടുതൽ കൂടുതൽ ഉന്നതമായിട്ട് ഉയർന്ന ഒരു ദിവസം കൂടിയാണെന്ന്. അമേരിക്കയിൽ ചിക്കാഗോ എന്ന പട്ടണത്തിൽ അമേരിക്കോ വെസ്പൂച്ചി അല്ലെങ്കിൽ കൊളംബസ് അദ്ദേഹം കണ്ടെത്തിയ 4ാം ശതാബ്ദി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിശ്വമഹാസമ്മേളനം അവർ വിളിച്ചുകൂട്ടി. ആ സമ്മേളനത്തിലേക്ക് ഒരുപാട് സ്പിരിച്വൽ ലീഡേഴ്സിനെ ക്ഷണിച്ചിരുന്നു. ഭാരതത്തിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ കൂടാതെ ഒരുപാട് ഗുരുക്കന്മാർ പോയിരുന്നു. ആനി ബെസന്റ്, അതുപോലെ മറ്റ് ബുദ്ധമതവും ജൈനമതവുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ, ഇവരൊക്കെ ഈ സമ്മേളനത്തിന് പോയിരുന്നു. അപ്പോൾ വിവേകാനന്ദൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാർവലൗകികമായിട്ട് ഭാരതത്തിന് സന്ദേശം എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യം ഈശ്വരനെ ഏൽപ്പിച്ചിരുന്നതായിരിക്കാം അദ്ദേഹത്തിന്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ സ്വപ്നം സ്വാമി വിവേകാനന്ദനിലൂടെ രാമകൃഷ്ണ പരമഹംസദേവരുടെ ദർശനങ്ങൾ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ള ദൗത്യം കൂടി അദ്ദേഹത്തിന് ഈശ്വരനെ ഏൽപ്പിച്ചിരുന്നു എന്ന് പറയാൻ വേണമെങ്കിൽ, കേവലം 5 വർഷമാണ് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗുരു ഉണ്ടായിരുന്നത്. നരേന്ദ്രനാഥ ദത്തയിൽ നിന്ന് സ്വാമി വിവേകാനന്ദനിലേക്കുള്ള ദൂരം 5 വർഷമായിരുന്നു. 1893 അദ്ദേഹത്തിൻ്റെ വാക്ചാതുരിയിൽ ലളിതവും വാൾമുന പോലെ ശക്തവുമായിരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ ഭാരതം വീണ്ടും ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് കടക്കുകയായിരുന്നു. അതിനുശേഷം വന്ന ഏതാണ്ട് ഒരു നൂറ്റാണ്ടിലേറെയായി നമ്മുടെ ഭാരതം കണ്ട ഒരുപാട് മഹാപുരുഷന്മാർ, അവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമികളുടെ വാക്കുകൾ ഒരുപാട് അവർക്ക് പ്രചോദനമായിട്ടുണ്ട് നമുക്ക് കാണാൻ കഴിയും. അത് മഹാത്മാഗാന്ധി ആയിക്കോട്ടെ, BR അംബേദ്കർ സാർ ആയിക്കോട്ടെ, അതുപോലെ CV രാമൻ, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സർദാർ വല്ലഭായ് പട്ടേൽ, അങ്ങനെ തുടങ്ങി നമ്മളെ കഴിഞ്ഞ കുറച്ചു കാലം വിട്ടുപോയ ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ ഉൾപ്പെടെയുള്ളവർക്ക് വരെയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വലിയൊരു പ്രചോദനവുമായിരുന്നു. ഇപ്പോഴും തുടരുകയാണ് ആ വാക്കുകളുടെ ശക്തിയും പ്രസക്തിയും. അപ്പോൾ നമുക്ക് സ്വാമി വിവേകാനന്ദൻ അന്ന് എന്താണ് സംസാരിച്ചത്, ആ സമ്മേളനത്തിൽ സംസാരിച്ചതിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. ചിക്കാഗോയിലെ മതമഹാസമ്മേളനം അതിനെക്കുറിച്ചാണ് പറയുന്നത്. കൊളംബസ് അമേരിക്ക കണ്ടെത്തിയതിൻ്റെ 4ാം ശതാബ്ദി കൊണ്ടാടുന്നതിനനുബന്ധിച്ച് ഒരു ലോകമഹാപ്രദർശനം സംഘടിപ്പിക്കപ്പെട്ടു. അതിൻ്റെ ഒരു ഭാഗം എന്നോണം സർവ്വമത സമ്മേളനം നടത്താൻ ചേരുവാനും നിശ്ചയിച്ചു. എല്ലാ മതങ്ങളുടെയും പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിന് ക്ഷണക്കത്തുകൾ അയച്ചു. പല പണ്ഡിതരും ദാർശനികന്മാരുമായി 7000ഓളം വരുന്ന സദസ്യരും സംബന്ധിക്കുന്ന യോഗങ്ങളിൽ വായിക്കുന്നതിന് 1000ഓളം പ്രബന്ധങ്ങളും തയ്യാറാക്കിയിരുന്നു. 1893 സെപ്റ്റംബർ 11 ചിക്കാഗോ ആർട്സ് പാലസിലെ വിപുലമായ ഹാളിൽ കൃത്യം 10 മണിക്ക് സമ്മേളനം ആരംഭിച്ചു. മഹാസമ്മേളനത്തിന് മുമ്പ് വിവേകാനന്ദ സ്വാമികളെ അമേരിക്കയ്ക്ക് തികച്ചും അന്യമായ ഒരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ ആ മുഹൂർത്തത്തിൽ ഉജ്ജ്വലമായ പ്രഭാവ പ്രകർഷത്തോടെ അദ്ദേഹം രംഗത്തെത്തി. തുടക്കത്തിൽ ഡോക്ടർ ബറോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അധ്യക്ഷവേദിയിൽ ഇരുന്ന മഹത്തുക്കൾ മനുഷ്യവർഗത്തിന്റെ മുഴുവൻ പ്രതിനിധികളായിരുന്നു. പൗരസ്ത്യ പ്രതിനിധികൾ അദ്ദേഹത്തിന്റെ ഇരുവശങ്ങളിൽ. അതിൽ ഇന്ത്യക്കാരായ പ്രതാപ സിംഗ് മംജുംദാർ, നാഗർകർ, ധർമ്മപാലൻ ചക്രവർത്തി, ആനി ബസന്റ് തുടങ്ങിയവരെല്ലാം അതിലുണ്ടായിരുന്നു. ഇവർ യഥാക്രമം ബ്രഹ്മസമാജം, ദ്വൈതമതം, ബുദ്ധമതം, ജൈനമതം, തിയോസഫി എന്നിവയെ പ്രതിനിധീകരിച്ചിരുന്നു. യുവകേസരിയായ വിവേകാനന്ദൻ ഇക്കൂട്ടത്തിലൊന്നും പെട്ടിരുന്നില്ലെങ്കിലും സദസ്സിന്റെ സവിശേഷ ശ്രദ്ധയെ അദ്ദേഹം ആകർഷിച്ചിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മൾ സ്വാമിജി എന്താണ് സംസാരിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രസംഗകരെ പരിചയപ്പെടുത്തുമ്പോൾ ഓരോരുത്തരും കുറേശ്ശെ പ്രസംഗിക്കണമെന്നായിരുന്നു വ്യവസ്ഥ. അപ്പോൾ ആദ്യത്തെ സമയം സ്വാമിജി പലവട്ടം ഒന്ന് മാറിയിരുന്നു. അതിനുശേഷം അദ്ദേഹം തൻ്റെ ഗുരുവിനെയും അതേപോലെ വിശ്വവാണിയെയും ആ സരസ്വതി ദേവിയെയും നമിച്ചുകൊണ്ട് പ്രസംഗപീഠത്തിലേക്ക് ചെന്നു. ആ പ്രസംഗത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതെ, അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന അതിസംബോധന കേട്ടയുടൻ തന്നെ ചിട്ടയും ചടങ്ങുമൊപ്പിച്ചുള്ള പ്രസംഗങ്ങൾ കേട്ടുമെടുത്ത സദസ്യർ ഒന്നാകെ ഉത്കണ്ഠാപൂർവം ആവേശഭരിതരായി ചെവികൊണ്ടു. സ്വാമിജിയുടെ ചൈതന്യപൂർണമായ ഒരു ചെറിയ പ്രസംഗം ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്.
ഈ ചെറിയ പ്രസംഗമാണ് ലോകത്തെ ഭാരതത്തിലേക്ക് തിരിച്ച മഹത്തായ വാക്കുകൾ ഉൾക്കൊണ്ട ആ ചെറിയൊരു പ്രസംഗം. അതിലേക്ക് സ്വാമിജി കടക്കുകയാണ്. അതെ, സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക, അമേരിക്കയിലെ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ ആവേശപൂർവവും ഹൃദ്യംഗവുമായ സ്വാഗതത്തിന് മറുപടി പറയാൻ നിൽക്കുന്ന എൻ്റെ ഹൃദയം അനിർവചനീയമായ ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പുന്നു. ലോകത്തിൽ ഏറ്റവും പുരാതനമായ സന്യാസി പരമ്പരയുടെ പേരിലും സർവധർമ്മ സവിത്രിയുടെ പ്രതിനിധിയായും നാനാവർണ്ണാശ്രമ സമ്പ്രദായങ്ങളിൽപ്പെട്ട ലക്ഷോപലക്ഷം ഹിന്ദു ജനതയുടെ പേരിലും ഞാൻ നിങ്ങൾക്ക് കൃതജ്ഞത പറയുന്നു. സഹിഷ്ണുതയുടെ സന്ദേശം വിവിധ ദേശങ്ങൾക്ക് നൽകിയവരെന്ന ബഹുമതി പൗരസ്ത്യ പ്രതിനിധികൾക്ക് തികച്ചും അർഹരാണെന്ന് ഇവിടെ പ്രസംഗിച്ചവർക്കും എൻ്റെ നന്ദി. സകല ധർമ്മങ്ങളോടും സഹിഷ്ണുതയും അഭിനന്ദനവും ലോകത്തിനുപദേശിച്ച ഒരു മതത്തിൻ്റെ അനുയായിയാണ് എന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഞങ്ങൾ സാർവജനീന സഹിഷ്ണുതയിൽ വിശ്വസിക്കുന്നു. സർവധർമ്മങ്ങളും സത്യമെന്ന് കരുതുന്നു. ഇങ്ങനെ തുടങ്ങുന്ന ആ പ്രഭാഷണം വളരെ സ്ലോ പേസിൽ തുടങ്ങി അതതിൻ്റെ ഉന്നത സ്ഥായികളിലേക്ക് കടന്ന് ലോകത്തെ മുഴുവൻ ഭാരതത്തിലേക്ക് തിരിച്ച ആ മഹാമനീഷിയുടെ വാക്കുകൾ അവിടെ കൊണ്ട് നിന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ കൂടുതൽ ആകൃഷ്ടരായി കൂടുതൽ ആളുകൾ അദ്ദേഹത്തെ വീണ്ടും വീണ്ടും ഒരുപാട് വേദികളിലേക്ക് അദ്ദേഹത്തെ ആനയിച്ചു. യഥാർത്ഥത്തിൽ സെപ്റ്റംബർ 11 തുടങ്ങിയ പ്രഭാഷണ പരമ്പര പിന്നീടും തുടർന്ന് അദ്ദേഹം ഏതാണ്ട് ഒരു മാസക്കാലത്തോളം അവിടെ USA കൂടുതൽ പ്രഭാഷണങ്ങൾക്കായിട്ട് അദ്ദേഹം കടന്നുപോയി. പലയിടത്തും ഏറ്റവും ഋജുവും ലളിതവും കാര്യമാത്ര പ്രസക്തവുമായിട്ടുള്ള എന്നാൽ ഭാവനിബിദ്ധവുമായിട്ടുള്ള ചെറിയ പ്രസംഗങ്ങളാണ് അദ്ദേഹം പലയിടത്തും കാഴ്ചവെച്ചത്. സനാതന ധർമ്മത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രസക്തമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വീണ്ടും വായിക്കുകയാണ്. പല നിറത്തിലുള്ള കണ്ണാടി ചില്ലുകളിൽ കൂടി ഒരേ പ്രകാശം തന്നെയാണ് കടന്നു വരുന്നത്. സാഹചര്യങ്ങൾക്കനുസരിച്ച് ചില വൈരുദ്ധ്യങ്ങൾ അനിവാര്യമായി തോന്നുന്നു. ഒരേ സത്യമാണ് എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായുമുള്ളത്. ഈശ്വരൻ ശ്രീകൃഷ്ണാവതാരത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിട്ടുണ്ട്: മണിമാലയിലെ ഓരോ മുത്തുകളിലും കൂടെ പോകുന്ന നൂല് പോലെ സകലതിലും ഞാൻ സ്ഥിതി ചെയ്യുന്നു. അസാധാരണമായ പരിശുദ്ധിയും ശക്തിയും എവിടെയെല്ലാം മാനവ സമുദായത്തെ ഉദ്ധരിക്കുകയും ശുദ്ധമാക്കുകയും ചെയ്യുന്നു, അവിടെയെല്ലാം ഞാൻ ഉണ്ടായിരിക്കും. അതെ, സാർവലൗകികമായിട്ടുള്ള സനാതന ധർമ്മത്തിൻ്റെ എല്ലാ സന്ദേശങ്ങളും ചെറിയ പ്രഭാഷണങ്ങളിലൂടെ കൂടുതൽ ആളുകളെ പ്രചോദിപ്പിച്ചുകൊണ്ട് സ്വാമിജി ഒരു അഗ്നിയാണ് ഉയർത്തിയത്. ആ അഗ്നിയിൽ വെന്ത് ശുദ്ധീകരിച്ചുകൊണ്ട് ഒരുപാട് മഹാത്മാക്കൾ വീണ്ടും ഈ ലോകത്ത് ജനിച്ചു. പ്രത്യേകിച്ച് ഭാരതത്തിൽ ഗുരുദേവ് ശ്രീ രവിശങ്കർജി സ്വാമിജിയെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു ഏറ്റവും പ്രസക്തമായിട്ടൊരു കാര്യം, ആക്ടിവിസം ആൻഡ് സ്പിരിച്വാലിറ്റി, ആധ്യാത്മികതയും ആക്ടിവിസവും ഇത് രണ്ടും ഒരേ ചേർന്ന് പോകുന്നതാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. പല ആൾക്കാരുടെയും കാര്യങ്ങൾ കാണുമ്പോൾ ആക്ടിവിസം ഒരു വഴി പോകും, ആധ്യാത്മികത മറ്റൊരു വഴി പോകും, അല്ലേ? എന്നാൽ ഇവിടെ സ്വാമിജി തികച്ചും വ്യത്യസ്തനാവുകയാണ്. ആക്ടിവിസത്തിലൂടെ തന്നെ ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി ത്രൂ ആക്ടിവിസം ഓർ ആക്ടിവിസം ത്രൂ സ്പിരിച്വാലിറ്റി, ഈ ഒരു റൂട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത്, സ്വീകരിച്ചത്. അതെ, ആധ്യാത്മികമായിട്ടുള്ള മൂല്യങ്ങളെ അദ്ദേഹം ഉൾക്കൊണ്ടു. അതേപോലെ തന്നെ തള്ളേണ്ട കാര്യങ്ങൾ ഈ കാലഘട്ടത്തിലും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് തള്ളാനും അതിനെ വിമർശിക്കാനും സ്വാമിജി മറന്നിട്ടില്ല. ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള ഉദാഹരണമാണ് കേരളത്തിലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പലതരത്തിലുള്ള ഉച്ചനീചത്വങ്ങളെയും ആ കാലത്തുണ്ടായിരുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളെയും കണ്ടുകൊണ്ട് കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം. ഇതുപോലെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. സ്ത്രീ ശാക്തീകരണം, അതേപോലെ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി, അതേപോലെ തന്നെ ഉപനിഷത്തുകൾ ഉൾപ്പെടെയുള്ള മഹാജ്ഞാനങ്ങൾ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് പകർത്തി വലിയൊരു വെളിച്ചത്തിന്റെ നാളമായി മാറുവാൻ ലോകത്തെ അദ്ദേഹം വീണ്ടും പ്രചോദിപ്പിച്ചിരുന്നു. ഏറ്റവും മഹത്തായ ഉപനിഷത്ത് സന്ദേശമായിട്ടുള്ള ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്ന മഹത്തായ ഉപനിഷത്ത് വാക്യം അദ്ദേഹം വീണ്ടും എപ്പോഴും ഉച്ചരിച്ചിരുന്നു. ഇങ്ങനെ അനവധി പ്രഭാഷണങ്ങളിലൂടെ പൂർണ്ണമായിട്ടും ഭാരതത്തിന്റെ ആധ്യാത്മികതയിലേക്ക് തിരിക്കുവാൻ സ്വാമിജിയുടെ കരങ്ങൾക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്കും കഴിഞ്ഞു വന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹം ഉപയോഗിച്ചെന്ന ചെറിയ ഇക്വേഷൻസ് അതിനെ കൂടിയും ഗുരുദേവ് അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഗോഡ് ഇൻ യു ഈസ് ആസ്കിംഗ് യു ടു ഡു ദ വർക്ക്. നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഈശ്വരൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? കർമ്മം ചെയ്യുവാനായിട്ട്.
അതെ, സ്വാമിജി ഒരിക്കലും എല്ലാം ഭഗവാൻ നോക്കിക്കോളും, എല്ലാം ഈശ്വരകൃപ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുകയായിരുന്നില്ല. ഈശ്വരകൃപയിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു. അതേപോലെ തന്നെ ശക്തിയോടെ പ്രവർത്തിക്കുന്നതിനും പുറകോട്ട് പോയിട്ടില്ല. അതെ, സമർപ്പണത്തോടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്ന ആ ഒരു ടെക്നിക്കാണ്, ആ ഒരു രീതിയാണ്, ചടുലമായ രീതിയാണ് അദ്ദേഹം അനുവർത്തിച്ചു പോകുന്നത്. പീസ് ആൻഡ് ഡൈനാമിസം, ശാന്തിയോടെ ചടുലത. ലവ് ആൻഡ് ആക്ഷൻ, സ്നേഹവും കർമ്മവും. സൈലൻസ് ആൻഡ് സർവീസ്, മൗനവും സേവനവും. ഈ 3 സൂത്രവാക്യങ്ങൾ ഊന്നിക്കൊണ്ട് അദ്ദേഹം ഒരുപാട് യുവത്വത്തെ ആധ്യാത്മികതയിലേക്കും ദേശസ്നേഹത്തിലേക്കും അതേപോലെ നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യാനായിട്ട് ഒരുപാട് പ്രചോദിപ്പിച്ചിരുന്ന ഏറ്റവും ഉജ്ജ്വലമായ ഇതിഹാസം തന്നെയാണ് സ്വാമി വിവേകാനന്ദൻ. ഈ 132ാം വാർഷികം, ഈ മഹാപ്രഭാഷണത്തിന്റെ, ഈ മഹാസമ്മേളനത്തിന്റെ 132ാം വാർഷികമാണ് ഇന്ന് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം വീണ്ടും നമുക്ക് ഹൃദയത്തിലേറ്റാം സ്വാമിജി സ്വപ്നം കണ്ട നവയുഗത്തിന്റെ, നവഭാരതത്തിന്റെ, നവരാഷ്ട്രത്തിന്റെ ഓരോരോ കാര്യങ്ങൾക്കും വേണ്ടി വീണ്ടും നമുക്ക് ഒന്നിച്ച് ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കൈചേർന്ന് പ്രവർത്തിക്കാം. ജയ് ഗുരുദേവ്, ജയ് ഹിന്ദ്.